നമ്മൾ കുറച്ച് ബ്രിഞ്ചൽ ഫ്രൈസ് ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി കുറച്ച് ബ്രിഞ്ചൽ റൗണ്ടിൽ കട്ട് ചെയ്യുക. എന്നിട്ട് കുറച്ച് മുളക് പൊടി, കുറച്ച് മീറ്റ് മസാല, ആവശ്യത്തിന് ഉപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി. നമ്മൾ കുറച്ച് ഉപ്പ് ഇടാണ്. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ലെമൺ ജ്യൂസാണ്. ഒരു 2 to 3 ഡ്രോപ്സ് ലെമൺ ജ്യൂസ് മാത്രമാണ് ഇതിൽ ഒഴിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണയാണ് ഇപ്പോൾ നമ്മൾ ഒഴിക്കുന്നതിൽ. കുറച്ച് 1 ടീസ്പൂണോളം വെളിച്ചെണ്ണ അതിൽ ഒഴിക്കുന്നുണ്ട്. അതിനുശേഷം ഇതെല്ലാം നന്നായിട്ട് കൈവച്ച് തിരുമ്മി സ്പ്രെഡ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ എല്ലാ ബ്രിഞ്ചാൾസിലും ആ ഒരു മസാല പിടിച്ചിട്ടുണ്ടാവും. ഇത് നമ്മൾ കുറച്ച് നേരം 10 മിനിറ്റ്സോളം റെസ്റ്റ് ചെയ്യാൻ വെക്കുക. ഓക്കെ, ഇത് സെറ്റ് ആയിട്ടുണ്ട്. ഏറ്റവും മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്നത്, കുറച്ച് ബട്ടർ. ഈ ബട്ടറിലായിരിക്കും നമ്മൾ ഈ ഫുൾ ബ്രിഞ്ചാൾസും ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ഐശ്വര്യമായിട്ട് നമ്മൾ ഫസ്റ്റ് ബ്രിഞ്ചാൾ വെച്ചിട്ടുണ്ട്. സെക്കൻഡ് ആൻഡ് ഇങ്ങനെ നമ്മൾ റൗണ്ടിൽ ആ ഒരു പാൻ മുഴുവൻ ഓരോ ഗ്യാപ്പ് ബൈ ഗ്യാപ്പ് ആക്കിയിട്ട് ആ ഒരു ബട്ടർ നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ തന്നെ ഇത് മുറിഞ്ഞിട്ട് നല്ല സ്മെല്ല് വരുന്നുണ്ട് ബട്ടറിൻ്റെ. നമുക്കത് മറിച്ചിടാം ഓരോന്നായിട്ട്. ഓക്കെ, നിങ്ങളാരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മുടെ വീട്ടിലെ ഡോഗ് അല്ല, ഇത് അപ്പുറത്തെ വീട്ടിലെ ഡോഗാണ് ഇങ്ങനെ കുറച്ചുകൊണ്ടിരിക്കുന്നത്. കുറച്ച് ഡിസ്റ്റർബൻസ് ഉണ്ട്, പക്ഷെ നമ്മളിതിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് നമ്മൾ ബ്രിഞ്ചൽ ഫ്രൈ നമ്മൾ സെറ്റാക്കും. ഇപ്പം അത് ഏകദേശം എല്ലാം നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. സോഫ്റ്റ് ആയിട്ടാണ് എടുക്കുന്നതെങ്കിൽ കുറച്ച് മുന്നേ തന്നെ നിങ്ങൾക്കിത് എടുക്കാം. ഇല്ല കുറച്ചും കൂടെ ക്രിസ്പി ആയിട്ടാണെങ്കിൽ നമ്മൾ ഈ ഒരു സമയത്ത് അത് നല്ല പോലെ ക്രിസ്പി ആവുന്ന സമയത്ത് നമ്മൾ പാനിൽ നിന്ന് എടുക്കുക. ഇനി ഒരു ബാച്ചും കൂടെ ഞാൻ ഇത് ഫ്രൈ ചെയ്തെടുത്താൽ നമ്മുടെ ബ്രിഞ്ചാൾ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക.